അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നമ്മളെ സുലൈമാൻ ബാബയെ സംബന്ധിച്ച് നമ്മളെ അടിവാരം വയസ്സി കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ്. അങ്ങനെ നൗഷാദിനത് കേട്ടപ്പോൾ വലിയ തീർപ്പതിയായി. നൗഷാദ് ഇന്നലത്തെ പ്രസംഗത്തിൽ അത് കൂട്ടിച്ചേർത്തിയിരുന്നു. അടിവാരം വയസ്സി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അടിവാരം പൈസ പറയണമെന്ന് കേട്ട് നോക്കി. ഇൻഷാ അല്ലാ നല്ല ഉഷാറായിട്ട് മൂപ്പർക്ക് ഒരുപാട് കഥകൾ അറിയുന്നു. ഒരുപാട് രംഗങ്ങൾ മീനങ്ങാടി സുലൈമാന്റെ കഥ അറിയുന്ന ഒരാളാണ്. ഇൻഷാ അല്ലാ വീണ്ടും വരും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇന്ന് കേട്ടോ നിങ്ങളെ പിന്നെ പിന്നെ അടിവാരം പൈസനെ പറ്റി പറയുന്നുണ്ടല്ലോ നിങ്ങളെ പറ്റിയിട്ട്. നൗസാദിന്റെ തൃപ്തിക്ക് പ്രസംഗം എന്റെ വർത്താനം നിങ്ങളെ പ്രസംഗം നല്ല ഇഷ്ടപ്പെട്ടിരിക്കണ നൗസാദിനെ, നൗസാദ് ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. പറ്റി പിന്നെ പ്രധാനപ്പെട്ട ശേഖനെ പറ്റി പറഞ്ഞിക്കല്ലേ. അല്ല, നൗസാദ് അത് കേട്ടിട്ടില്ല. ആ ആ നൗസാദ് ആരോ പറഞ്ഞു കൊടുത്തതാ. പറഞ്ഞു കൊടുത്തിക്കാണില്ലേ. അറിയോ, എന്റെ വർത്താനത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഒരു അളവിൽ അത്തറ് വാങ്ങിയിട്ട് അത് ഞാൻ സദസ്സൊന്ന് തുറന്ന് എനിക്ക് ഉറക്ക് വന്നപ്പോൾ ഞാൻ പരത്തി. അതെ, ഉറക്കം വന്നിട്ട് പരത്തിന്ന് പറഞ്ഞേ. സേഹ് വന്നിട്ട് പരത്തിന്നല്ല, ഞാൻ പരത്തി. എല്ലാവർക്കും വാസന കിട്ടാണ്ടിട്ട് ഞാൻ എന്താക്കുന്നത് ഊതി കൊടുക്കുകയും ചെയ്തു. ഊതി കൊടുത്തു. അപ്പോഴാണ് മൊരീശൻ വന്നത്. അതെ അതെ ഞാൻ ആ മൊരീശൻ എനിക്ക് മനസ്സിലായല്ലോ. അതെ അതെ അപ്പൊ പിന്നെ നിങ്ങൾ പുറത്തം കിട്ടണത്. അതൊന്നും നൗസാദ് കേട്ടില്ല. നൗസാദ് പറഞ്ഞെടുത്തില്ല. പറഞ്ഞു കൊടുത്ത ആള് ഫുള്ള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം നൗസാദിന് ഇതൊന്നും കേൾക്കാൻ നേരം ഉണ്ടാവില്ലേ. സംഗതി മൂപ്പർക്ക് എന്തായാലും മാറ്റർ ഉണ്ടാക്കണ്ടേ. നാളെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി അടുത്ത നാളേക്കുള്ള മാറ്റർ ഉണ്ടാക്കിയല്ലേ. തന്നെയല്ലേ വേറെ ഒന്നുണ്ട്. ഒരു തരീക്കത്ത് നമ്മളെ കേരളത്തിന് പുറത്തു വെച്ച് എത്രങ്ങാനും തരീക്കത്ത് വന്ന് മടങ്ങിപ്പോയി. അതിന് സമസ്തന്റെ ആവിർഭാവ കാലത്തിന്റെ ഇങ്ങോട്ടേ തരീക്കത്തിനെ സമസ്ത നിൽക്കുന്നുണ്ട്. അതെ അതെ തരീക്കത്ത്, സംസിയ തരീക്കത്ത്, ആലുവ തരീക്കത്ത് തുടങ്ങിയിട്ടൊക്കെ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിലും ഒക്കെ പാസികന്മാരുണ്ടായി. കോരൂർ തരീക്കത്തിൽ അന്നത്തെ പാസികന്മാരില്ലെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതെ അതെ തരീക്കത്തിന് ഏറ്റവും വലിയ പാസിംഗിലായിരുന്നു കുറ്റസൻ കാര്യം. കുറ്റസൻ മൊഴിയാന്ന് പറഞ്ഞാല് കേരളത്തിൽ ഏറ്റവും പറ്റി അറിയപ്പെട്ട പാസിംഗിനും വാളനായിരുന്നു. മുമ്പ് നൂരിസ തരീക്കത്തിന് ഷെയ്ഖുവായിരുന്നു, കുത്തുബ ഒക്കെ ആയിരുന്നു. ഈ കുട്ടിയസൻ നമ്മളീ പറയപ്പെട്ട കുട്ടിയസനല്ല. അല്ലല്ല, കുറ്റസനാജി എന്നല്ല ആള്. കുറ്റസനാജി തരീക്കത്തിന്റെ ഈ കുട്ടിയസൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നൗഷാദ് കേൾക്കേ. നൗസാദ് ഈ കുറ്റസനാജി വലിയ വാളനാണ്. മഹാവാളനാച്ച കാലഘട്ടത്തിൽ ഒരുപാട് ഹിദ്മത്ത് ചെയ്തിരുന്ന മനുഷ്യനാണ്. അതുകൊണ്ടല്ല സമസ്ത ആൾ ഷെയ്ഖായി കൊണ്ടു നടന്നത്. അതെ 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 അയാൾ എന്താക്കി നൂരിസ തരീക്കത്തിന് സമസ്ത എതിർത്തതിന്റെ ശേഷവും അയാൾ വാഴ്ന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മനുഷ്യനെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത ഒരു വാക്ക് കുറ്റസനാജി മരണപ്പെടുന്നതിന് മുമ്പേ പറഞ്ഞു എന്ന് ഈ ദിവസം വരെ ഒരാൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. സത്യമാണത്. സമസ്തയിൽ നിന്ന് അയാളെ വിളിച്ചു പുറത്തിട്ടല്ലേ. അയാളെ മാത്രം നൂരിസ തങ്ങളെയും വിളിച്ചു പുറത്തിട്ടല്ലേ. അതെ 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 എന്നില്ല അതൊരു വാക്ക് സമസ്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ നൂരിസ തരീക്കത്ത് കേരളത്തിൽ തച്ച വളരെയായിരുന്നു. അതെ 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 അന്നത്തെ ഇഖ്ലാസും നിയ്യത്തും ഉള്ള കാലഘട്ടമാണ്. അതെ 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 കെട്ടി മയക്ക് കാണുമ്പോൾ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ പാട്ട് പാടുന്ന കാലഘട്ടമല്ല. അതെ 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 അപ്പൊ അന്നിട്ടുണ്ടാക്കി ഈ കുറ്റസനാജിയോ അല്ലെങ്കിൽ അന്നത്തെ ആ കാലഘട്ടത്തിൽ നൂരിസത്തങ്ങളെ കൂടുതലുണ്ടായിരുന്ന പണ്ഡിതന്മാരോ ഒരാളോ ഉണ്ടാക്കിയില്ല. എതിർഭാഗത്തിന് മനസ്സ് ചെവിടുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത നോക്ക് പറഞ്ഞിട്ടില്ല. പോകട്ടെ വഹാബികളോ മൗദൂദികളോ ഖാദിയാനികളോ ഒന്നും പ്രസംഗിക്കുമ്പോൾ അവര് എതിർപ്പുള്ള ആളെ മുജായി തമ്മിൽ ഭിന്നിച്ചപ്പോൾ തമ്മിൽ പറയുന്നത് ഒഴിവാക്കിയിട്ട് സമസ്തയുടെ നേതാക്കളെ ഇന്ന് പറയുന്നത് പോലെ ഒരു ആലിമിനെ നാക്കിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ എന്താന്ന് എത്തിര പിഴച്ച പാർട്ടിയാണെങ്കിലും ഒരു അള്ളാനടിക്കഴിഞ്ഞ് പോകണം എന്നുള്ള ചെറിയൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. ആ ധാരണ പോലും ഇല്ലാതെ മൂന്നടുപ്പുകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. അതെ, ഒരാളും വലിപ്പമില്ല. ഇല്ല, ഒരാളും വലിപ്പമില്ല. ഇതൊക്കെ നമ്മളിത് ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. ദുനിയാവില് ഒരാളും വലിപ്പമില്ല.
ഉം. ഇപ്പൊ ഇബിലീസിനെ വരെ തങ്ങളാക്കാൻ വേണ്ടി കൊണ്ട് നടന്നിപ്പോ ഇബിലീസ് ഇപ്പൊ സേഹായി മാറിപ്പോ. ലോകത്ത് ഇബിലീസ് സ്വർഗത്തിൽ പോകുന്ന കാലം വരെ മുത്തുറസുല്ല ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാളും പറയാത്ത പറഞ്ഞു ഇബിലീസ് സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടിയാണ്ട് മെരുക്കത്തിലാണ്. ആദ്യത്തിന്റെ കാലഘട്ടത്തിന് ഇങ്ങോട്ട് വന്ന 1,24,000 അമ്പിയാ മുർസലുകളും ആ കാലം വെച്ച് ഇതുവരെയുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ, നല്ല പണ്ഡിതനോ പിഴച്ച പണ്ഡിതനോ സമസ്തരി അടക്കം ഒരു പണ്ഡിതന്മാരും ഉണ്ടാക്കിയിട്ടില്ല. ഇബിലീസിനെ നന്നാക്കിയിട്ടില്ല. ഇബിലീസിനെ സ്വർഗത്തിൽ പോകുന്നു, ഇബിലീസ് സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് എന്ത് ധൈര്യമാണിത്? അതാ പറഞ്ഞത്. ഇവർക്കിപ്പോ ഇവർക്ക് എന്ത് വേണം? AP വിഭാഗത്തിനെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇതാക്കണം, അളക്കണം. എന്നിട്ട് ആരെങ്കിലും എന്ത് ചെയ്യണം? എന്തെങ്കിലും നേതാക്കന്മാരായ പണ്ഡിതന്മാരാരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണം. ഇവരെ ഈ കുരുവട്ടൂരികൾക്ക് വേണ്ടിക്കൊണ്ട് എതിരായിട്ട് ആദ്യം പറയുക എന്നല്ലാതെ ഇവര് നിത്യേന പറഞ്ഞുകൊണ്ട് നടക്കണ മാതിരി നമ്മളെ പണ്ഡിതന്മാർ ആരും പറയുന്നില്ല. നമ്മളെ സംഘടന എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ പറയാനും ഏൽപ്പിച്ചിട്ടില്ല. അത് വേറൊന്നുണ്ട്. പക്ഷെ നമ്മളെന്താന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോ നമ്മൾ പറയാന്നുള്ളൂ. ഇവരിങ്ങനെ സംഘടന തന്നെ പറയണു. ഇപ്പൊ നമ്മൾ പറയുമ്പോ ആരെയാ പറയണത്? ഒരു സംഘടന തന്നെ പറയണ്, AP ഉസ്താദിനെ പറയണ്, പേരുടെ ഉസ്താദിനെ പറയണ്, ഇവരൊന്നും നമ്മൾ പറയാൻ ആരും നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. അല്ല, അവരെ മാത്രല്ല ഇവര് പറയണത്, എല്ലാരും പറയുന്നു. സയ്യിദുലമയെ പറ്റി പറയുന്നുണ്ട്, സയ്യിദുലമയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതിനേക്കാൻ വലിയ ഒരാള് വേറല്ലല്ലോ. അതെ 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 അതെ. ആ പേര് വെറുതെറ്റ പേരല്ലല്ലോ, പേപ്പറിൽ അച്ചടിച്ച പേരല്ലല്ലോ. അതെ 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 അതെ. അർഹമായ ഒരു സ്ഥാനത്തെ മനുഷ്യത്വമല്ല, അർഹമായ ഒരു പേര് മനുഷ്യന് കൊടുക്കുന്നത്. അതെ 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 അതെ. പേര് തികച്ചും അർഹനായ ഒരു തന്റേടമുള്ളൊരു പണ്ഡിതനാണ്. അതെ 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 അതെ. ഞങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ സംസാരിച്ചു ദീന്റെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മൂപ്പർക്കെതിരിൽ പറഞ്ഞു. പിന്നെ വാക്യാൻ താവട്ടൊരു കുട്ടിയാൽ മതിയല്ല വാക്കൊക്കെ. അതെ 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 അതെ. അപ്പൊ എന്താ ഈ പോക്കൊന്നും ഉണ്ടല്ല, നാളെ നമുക്ക് ഞാൻ കഴിഞ്ഞ് പോണുണ്ട്, കഴിഞ്ഞാൽ മൂക്ക് പഞ്ഞി വെക്കുന്നുള്ളൊരു ചിന്താഗതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റൂല. എന്നിട്ടിപ്പോ നിങ്ങളെ അതില് അങ്ങനെ കേൾക്കുന്നുണ്ട്. കേട്ടപ്പോ ഇങ്ങനെ കേട്ടത് സംഭവം കേട്ടു. അവന് വലിയ തീർപ്പ് ജയിക്കണേ. എനിക്ക് ആരോന്ന് വിട്ട് എന്തൊക്കെയാണ് 610. അല്ല, ആരെങ്കിലും മെസ്സേജ് ചെയ്തോ? വാട്സപ്പിലോ മെസ്സേജ് ഒക്കെ ഉണ്ടാവോ? ചിലപ്പോ വാട്സപ്പ് മെസ്സേജ് വന്നേ. മെസ്സേജ് വന്നോ? എന്താ മെസ്സേജ് വന്നിക്കണേ? മെസ്സേജ് ഇങ്ങനെ എന്തെന്ന് പറഞ്ഞിട്ടു. ഞാൻ പുറത്തുള്ള മെസ്സേജ് എല്ലാം കുട്ടിയാൽ മതി. ഓ, അത് ശരി. ആ ഭീഷണിയുടെ മെസ്സേജുകളൊക്കെ വരും. അതൊക്കെ അതിനൊന്നും ഇപ്പൊ ബാസ് 10:35 കഴിഞ്ഞ്. ബാസ് ഇനിയിപ്പം ഭീഷണിക്കൊന്നും വലിയ ബഹുമാനമൊന്നുമില്ല. ഭീഷണി എന്നൊക്കെ അതൊക്കെ കാലം ലോകത്തുനിന്ന് കഴിഞ്ഞ വീഴേന്ന്. അതൊന്നുമില്ല, അതിലൊന്നും വലിയ കാര്യമില്ലേ. ഒരു കാര്യമില്ല. നമ്മക്ക് വളരെ വളരെയധികം ഭീഷണികളൊക്കെ വരലുണ്ട്. പിന്നെ അപ്പൊ നമ്മള് നിങ്ങൾക്ക് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഉസ്താദെ, ഞാനിത് പറയണത്, ഇവരൊക്കെ അടുത്ത നല്ല ബന്ധമുണ്ടായിരുന്നു. എനിക്ക് പ്രഭാഷകരുടെ ചെറു പ്രഭാഷകരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകനായിരുന്നു നമ്മളെ ഈ നൗഷാദ്. കേരളത്തിൽ എവിടെ വന്നോ ആ സ്ഥലങ്ങളിൽ ഞാൻ എന്ത് ചെയ്യലുണ്ട്, എത്താറുണ്ടായിരുന്നു. കാരണം ആ ആലുവ സംവാദത്തിൽ നൗഷാദ് അങ്ങോട്ട് അടിച്ചു കയറിയതിനു ശേഷം നൗഷാദിന്റെ ഒരു പരിപാടി കേൾക്കാതെ ഞാൻ വിട്ടിട്ടുണ്ടാവില്ല. ഒരൊറ്റ സീഡ് ഇല്ലാതെ എന്റെ പേരിൽ ചാക്ക് കണക്കിന് സീഡ് ഉണ്ടാവും. ഈ നൗഷാദിന്റെ പ്രസംഗം തന്നെ, എത്ര പ്രസംഗങ്ങളും കാര്യങ്ങളും നൗഷാദിന്റെ. കാരണം പേരിൽ അങ്ങനെയായിരുന്നു. എല്ലാവർക്കും ഇതിങ്ങനെ കേൾക്കുമ്പോ ഒരു ചെറു പ്രായത്തിൽ അദ്ദേഹത്തിന് ഇയാളുടെ ഈ വെട്ടിത്തിളങ്ങൽ കാണുകയാണല്ലോ. അതിന് നമ്മൾ എല്ലായിടത്തും പോയി. നൗഷാദിന്റെ സത്യത്തിൽ അന്ന് പുറത്താക്കുന്ന സമയത്ത് ഞാൻ മക്കത്താണ്. മക്കത്ത് നവാരിയ എന്ന സ്ഥലത്ത് ജോലി ചെയ്യണം. അന്ന് എന്റെ നാട്ടിലുള്ള SSFന്റെ പ്രവർത്തകനായ ഒരാള് ജിദ്ദയിലുണ്ട്. ഈ ജിദ്ദയിൽ നിന്ന് നൗഷാദിനെ രാത്രി 12 മണിക്ക് പുറത്താക്കി പത്രത്തിൽ വന്ന വാർത്ത ബൈലക്സ് ക്ലാസ് റൂമിൽ പയ്യോളി ഉസ്താദ് പറഞ്ഞിട്ട് ഒരു ഉസ്താദായിരുന്നു അന്ന് ക്ലാസ്സിന്റെ. മൂപ്പര് അത് പറഞ്ഞു. പിന്നെ നൗഷാദിനെ പുറത്താക്കിയ സംഗതി പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ആ ക്ലാസ് റൂം കയറിയിട്ടില്ല. കാരണം നൗഷാദിനെ പുറത്താക്കിയ ദേഷ്യം കൊണ്ട് അത്ര ദേഷ്യമായിരുന്നു. നൗഷാദിനെ പുറത്താക്കേണ്ടിയിരുന്നില്ല എന്നല്ലേ, അത്ര ഇതായിരുന്നു നൗഷാദിനോട്. എന്നിട്ട് നൗഷാദിനോട് പിന്നെ വെറുപ്പ് വന്നത് ഈ ആലിമീങ്ങളെ. പിന്നെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ.
ഇവരെ നമുക്ക് പിടിച്ചാ കിട്ടൂലായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇവര് ശരിക്ക് സുന്നത്തമായത്ത് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ഇവരെ പിടിച്ചാൽ കിട്ടൂല. കാരണം പിന്നിൽ വൺ ശക്തികൾ വരും. കാരണം സുന്നത്തമായത്ത് പറയുമ്പോ ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇവര് പറഞ്ഞത് ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞിട്ട് മുഴുവനും കാന്തപുരത്തിന്റെ മർക്കസക്ക് ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് നിരങ്ങ കരിമ്പുന്തോട്ടത്തേക്ക് കാട്ടാനേ കാര്യമായി പിന്നെ ഇങ്ങോട്ട് നിരങ്ങാണ്. പിന്നെ വലിയ വലിയ ആൾക്കാർ ആരൊക്കെ ഓല നോക്കിയിട്ടാണ് എന്ത് ചെയ്യണത് ഇവരുടെ കളികൾ മുഴുവനും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക്, കുട്ടികളായ ആളുകൾക്ക് വരെ ബോധ്യപ്പെട്ടു ഇവരടുത്തൊരു ഒലക്കിയില്ല എന്നുള്ളത്. ഏതായാലും വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ആരെയും വിമർശിക്കുക, അതെ, അത് കിതാബ് കൊണ്ടായിരിക്കണം. ഇത് കിതാബ് എന്നൊന്നുമില്ല. ഇതിപ്പോ ഏത് വിഷയവും മറിച്ചു വായിക്കും. കിതാബ് എന്നുള്ളത് കിതാബ് വരെ ഇപ്പൊ എന്താ കണ്ടത്? ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങിയിരുന്നല്ലോ. ആ പാട്ടിനെ പറ്റിയാണ്ട് എല്ലാവരും പിന്നെ 313 ബദിരീങ്ങൾക്ക് മേലെയാണ് മടവൂര് എന്നൊക്കെ പറഞ്ഞാണ്ട് പാടിയപ്പോ അതൊക്കെ മോശമാണെന്ന് നമ്മളെല്ലാരും പറഞ്ഞപ്പോ ആ പാട്ടിനെ ന്യായീകരിച്ചു. ആ പാട്ടിനെ ന്യായീകരിച്ചു. അള്ളയാണ് നന്നങ്ങാട് പാടിയ പാട്ട്, അതിനൊക്കെ നമ്മൾ വിമർശിച്ചപ്പോ നൗഷാദിനെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, ഈ കാന്തപുരം വിഭാഗത്തിനെ പറ്റിയാണ്ട് ഏത് പാട്ടാ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് ആ പാട്ടിന് പേരോട് ഉസ്താദിന്റെ ഒരു പാട്ട് കൊടുക്കുന്നു മൗലാനാന്നുള്ളത്. അപ്പൊ ഈ മൗലാനന്റെ അർത്ഥം ശരിക്കും അറിയാലോ. ഞാൻ മനസ്സിലാക്കുന്നത് എന്നെക്കാട്ടിൽ അതിൽ നല്ല കഴിവുള്ള ഒരാളാണല്ലോ ഉസ്താദ് മൗലാന. എന്തു പറയാനും ഈ തെക്കൻ ഭാഗങ്ങളിലാവട്ടെ വടക്കൻ ഭാഗങ്ങളിലാവട്ടെ ഉത്തർപ്രദേശിൽ കൂടി ആവട്ടെ തലയിൽ കെട്ടിയ മൂല്യന്മാരെ മുഴുവനും മൗലാനാന്നാ പറയാ. മൗലാനാന്നാ പറയാ. അവർക്ക് മൗലാനാന്നാ പറയാ. അതിനർത്ഥം ഓലൊക്കെ റബ്ബാണെന്നാ, ഓലൊക്കെ യജമാനനാണെന്നാ, ഓലൊക്കെ സൃഷ്ടാവാണെന്നാ? അല്ലല്ലോ, നേതാവ് എന്നല്ലേ അർത്ഥമുള്ളൂ. അത്രേ അർത്ഥമുള്ളൂ. അവിടെ വെക്കാൻ അർത്ഥം നേതാവ് എന്നേ അർത്ഥമുള്ളൂ, ബഹുമാനത്തിന്റെ വാക്ക്. എന്നിട്ട് ആ വാക്കിനെ ഓൻ ജനങ്ങളുടെ ഇടയിൽ എന്നിട്ട് അതിന്റെ ചിർച്ച സ്റ്റേജിൽ കുത്തിരുന്നാണ്ട് പൊട്ടി ഇങ്ങനെ ചിർച്ച, കുലുങ്ങി ഇങ്ങനെ ചിർച്ച. പണ്ട് മറ്റേ അബ്ദുറഹ്മാൻ കല്ലായി എവിടെ വെച്ച് പ്രസംഗിച്ചപ്പോ പൂജ്യമുലമ താജുലുലമ പൂജ്യമുലമ എന്നൊക്കെ പറഞ്ഞാണ്ട് പ്രസംഗിച്ചപ്പോ അന്ന് പൊട്ടിച്ചിരിച്ചതുപോലെ ഒപ്പമുള്ള ആൾക്കാർ സ്റ്റേജിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുപോലെ വേറെ തിരിഞ്ഞു പോകൂലേ, അത് കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്.